മെൻ്റലി ഒരുപാട് ആളുകളുടെ ടോർച്ചറിങ് അനുഭവിച്ച ഒരു കുട്ടിയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. സീസൺ 7 നാളെ കൊണ്ട് തീരുവാണ്. എന്താണ് ഈ നിമിഷം പറയാനുള്ളത്? സീസൺ 7 അടിപൊളി. ആരാ കപ്പ് ഉയർത്തുക? ആരായിരിക്കും കപ്പ് ഉയർത്തുക? ആരാണ്? ചേട്ടൻ്റെ ഒരു കൺസെപ്റ്റിൽ എങ്ങനെയായിരിക്കും? എൻ്റെ കൺസെപ്റ്റിൽ അനുമോള് ഉയർത്തുന്നതാണ് എനിക്ക് ഒരു ആഗ്രഹം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അനുമോള് കളി നമ്മൾ ഈ 2 ദിവസം നമ്മൾ അല്ലേ അവസാനത്തെ ഒരു 2 ദിവസം ഒരുപാട് മെൻ്റലി ഒരുപാട് ആളുകളുടെ ടോർച്ചറിങ് അനുഭവിച്ച ഒരു കുട്ടിയാണ്. ഒരുപാട് ആളുകൾ അറ്റാക്ക് ചെയ്തു അല്ലേ, കൂട്ടമായിട്ട് വന്നിട്ട് അറ്റാക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ കുട്ടി അത്രയും അറ്റാക്കിങ് ഉണ്ടായിട്ടും അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് തളർത്താൻ നോക്കിയിട്ടും ആ കുട്ടി പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിയെ അയൺ ലേഡി എന്നാണ് പറയുക. ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുവരെ കാണാത്തത്ര, ഇതുവരെ നമ്മൾ ഇതേപോലത്തെ ഒരു കണ്ടസ്റ്റൻ്റ് കണ്ടിട്ടുണ്ടാവില്ല. മാനസികമായിട്ട് ഇത്രയും മെൻ്റൽ സ്ട്രെങ്ത് ഉള്ളൊരു ലേഡി അനുമോൾ. ഞാൻ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നാം സീസൺ തൊട്ട് കാണുന്ന ഒരാളാണ്. പേളി നന്നായിട്ട് കളിച്ചൊരു കുട്ടിയാണ്. പേളീനെ ഒരുപാട് ആൾക്കാർ അറ്റാക്ക് ചെയ്തിട്ടും പേളീനെ ഒരു സപ്പോർട്ടീവായിട്ട് ശ്രീനിഷ എന്ന് പറഞ്ഞൊരു വൻമരം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അല്ലേ. ശ്രീനിഷ് എന്ന് പറഞ്ഞൊരു നല്ലൊരു സുഹൃത്ത് പിന്നീട് ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് അവർ രണ്ടുപേരും ഒന്നിച്ചു. ശ്രീനിഷിനെ പോലത്തുള്ളൊരു വലിയൊരു സപ്പോർട്ടിങ് പേളിക്ക് ഉണ്ടായിരുന്നു. അത് കാരണം തന്നെ പേളിക്ക് ആ ഒരു സ്ട്രെങ്ത് അവിടെ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഈ സീസണിൽ നമ്മൾ കണ്ടത് എന്താ, അനുമോളെ സഹായിക്കാൻ ആരുമില്ല. അതെ അല്ലേ. അനുമോളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആൾ വരെ തള്ളി പറഞ്ഞിട്ടില്ല, കൈയൊഴിഞ്ഞു. തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെയല്ല, അനീഷ് അത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടും ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടീനെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് പോലും സൈലൻ്റ് ആയിരുന്നു. എന്തുകൊണ്ട് സൈലൻ്റായി? അപ്പം ഞാൻ അനീഷിനെ കുറ്റം പറയണതല്ല കേട്ടോ. അനീഷ് വൃത്തിയായിട്ട് അനീഷിൻ്റെ ഗെയിം കളിക്കുന്നുണ്ട്. അനീഷ് വൃത്തിയായിട്ട് അനീഷിൻ്റെ ഗെയിം കളിച്ചു. അനീഷ് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആ കുട്ടി അത് ഇപ്പോൾ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഒഴിഞ്ഞു. ഓക്കെ, എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു കുട്ടിയെ വളഞ്ഞിട്ടിട്ട് കുറേ ആളുകൾ ആക്രമിക്കുമ്പോൾ നമ്മളെന്താ വേണ്ടത്? ഒന്ന് എൻ്റെ ഇടയിൽ കയറി നിന്ന് ഒന്നൊരു സപ്പോർട്ടിങ് കൊടുക്കണ്ടേ ആ കുട്ടിക്ക്? ആണോ? അങ്ങനെയല്ലേ വേണ്ടത്? എന്താ ഇയാളുടെ പേരെന്നോ? ശ്രീരാജ് അല്ലേ? അതെ, അങ്ങനെയാണോ വേണ്ടത്? ഞാനതാ ചോദിച്ചു വരുന്നത്. അതായത് ഇപ്പം ബിഗ് ബോസിൽ പോയ ആൾക്കാർ, എവിക്റ്റായി പോകുന്ന ആൾക്കാർ, അൺഫെയർ എവിക്ഷൻ എന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അത് തിരിച്ചു തന്നെ ഒരു കൂട്ടമായ ഒരു ആക്രമിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കി ആക്രമിക്കുന്നു. ശരിക്കും വെച്ചാൽ നിങ്ങളൊക്കെ പോയിട്ട് രണ്ടാമത് പോയിട്ട് സപ്പോർട്ട് കൊടുത്ത ആൾക്കാരാണ്. കഴിഞ്ഞ സീസണിലൊക്കെ പോയിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ റീ എൻട്രി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, റീ എൻട്രി എന്തിനാണെന്നറിയോ? ബിഗ് ബോസ്, അതായത് ഞാൻ പറയട്ടെ, ബിഗ് ബോസ് ടീം ഇത്രയും ആളുകളെ വീണ്ടും ഫ്ലൈറ്റ് ചാർജൊക്കെ കൊടുത്ത് അവർക്ക് അക്കോമഡേഷൻ കൊടുത്ത്, അതും 5 സ്റ്റാർ രീതിയിലുള്ള അക്കോമഡേഷൻ കൊടുത്ത് ഒക്കെ കൊണ്ടുവരുന്നതിൻ്റെ കാര്യം തന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിൽ വല്ല നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആക്കാനുള്ളൊരു വേദി അവർ ഒരുക്കി തരികയാണ്. അതായത് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയത് ബിഗ് ബോസിൽ തന്നെ അവസാനിപ്പിച്ച് പോരാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ടീം തന്നെ നമുക്കൊരു അവസരം ക്രിയേറ്റ് ചെയ്ത് തരാണ്. അല്ലാതെ ഇക്കണ്ട കണ്ടസ്റ്റൻസിനെ വീണ്ടും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും ഇവർക്കില്ല. അത് നമുക്ക് ആ ഒരു ഉദ്ദേശം, റീ എൻട്രിയുടെ ഉദ്ദേശം നെഗറ്റീവായുള്ള ആളുകൾക്ക് സ്വയം അത് പോസിറ്റീവ് ആക്കാൻ പറ്റിയൊരു അവസരം. ഈ സീസണിൽ അങ്ങനെ ഒരു അവസരം കറക്റ്റായിട്ട് യൂസ് ചെയ്തൊരു ലേഡി ഉണ്ട്. ലക്ഷ്മി അല്ല, മസ്താനി കറക്റ്റായിട്ട്. മസ്താനിക്ക് ഭയങ്കര നെഗറ്റീവായിരുന്നു. പക്ഷേ ഈ റീ എൻട്രി മസ്താനി കറക്റ്റായിട്ട് യൂസ് ചെയ്തു എന്നുള്ളതാണ്. മസ്താനിയുടെ ആ നെഗറ്റീവ് മുഴുവൻ പോയി, ഇപ്പോൾ പോസിറ്റീവായി. അതാണ്. പിന്നെ മാത്രമല്ല അവിടുത്തെ കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുക. ഗെയിം വീണ്ടും കളിച്ച ഈ ഔട്ടായവർ വീണ്ടും ഗെയിം കളിച്ചിട്ട് അവരെ ഗെയിമിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അങ്ങോട്ട് ബിഗ് ബോസ് ടീം നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, നെഗറ്റീവ് ഉള്ളത് പോസിറ്റീവ് ആക്കാനും അവിടെ ഉള്ള ഫൈനൽ 5 ഫൈനൽ 6 അല്ലെങ്കിൽ ഫൈനൽ 7 ഉള്ള കണ്ടസ്റ്റൻസിനെ അവർക്കൊരു ഒരു ബാക്കപ്പ് കൊടുക്കാൻ, ഒരു സപ്പോർട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങോട്ട് പോകുന്നത് റീ എൻട്രിയുടെ ഉദ്ദേശം. പക്ഷേ ഇത്തവണത്തെ റീ എൻട്രിൻ്റെ പ്രശ്നം എന്താ അറിയോ? ട്രെയിൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു, ട്രെയിൻ പോയി. അപ്പോൾ ഈ റീ എൻട്രിക്കാർ, ഞാൻ റീ എൻട്രിക്കാരെ കുറ്റം പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ റീ എൻട്രിക്കാർ ചെന്നു വൃത്തിയായിട്ട് ഗെയിം കളിച്ചു. അവർ ഔട്ടായ ആൾക്കാരാണ്, അവർക്ക് ഗെയിം കളിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവർ ഗെയിം കളിച്ചു. അവർ കുറേ ആൾക്കാരെ അവരുടെ വലയിൽ വീഴ്ത്താൻ നോക്കി. ആ വലയിൽ വീണ ആളുകൾ പെട്ടുപോയി. വലയിൽ വീഴാതെ ബുദ്ധി പ്രയോഗിച്ച് രക്ഷപ്പെട്ട ആളുകൾ വിജയിച്ചു. ആ രക്ഷപ്പെട്ട ആളുകളിൽ ഒരാളാണ് അനുമോൾ. ഈ റീ എൻട്രി പോയിട്ട് ഈ അനുമോളെ മാത്രമാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്തത് അല്ലേ? അനുമോളെ മാത്രമാണ് ടാർഗറ്റ് ചെയ്തത്. എന്താണ് ഇത്രയും ശത്രുത തോന്നാൻ മാത്രം ആ കുട്ടി എന്താണ് ഇവരോട് എല്ലാവരോടും ചെയ്തത്?
ഇപ്പോൾ ഞാൻ പറയട്ടെ, ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ, അതിൽ പുറത്ത് വരുന്നവർക്ക് അല്ല ഞാൻ പറഞ്ഞത് എന്താ പറയുക, ഒരു വാക്കും കൂടി പറഞ്ഞോട്ടെ. അതായത് അവരിപ്പോൾ പോയ ആളുകൾ അവർ ഔട്ടായതിനു ശേഷം വീണ്ടും ഗെയിം കളിക്കാനുള്ള ഒരു അവസരം അവർ യൂസ് ചെയ്തു. അവർ മറ്റേ ഉദ്ദേശം, അതായത് ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് ആക്കുക, സ്വയം പോസിറ്റീവ് ആക്കുന്ന ഉദ്ദേശമായിരുന്നില്ല. അവർ വൃത്തിയായിട്ട് യൂസ് ചെയ്തു. അവർ ഒരുപാട് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കി. അതിൽ വീണുപോയ ആളുകളുണ്ട്. ആദില നൂറ അതിൽ വീണുപോയി. അക്ബർ ഒരു പരിധി വരെ അതിൽ വീണുപോയി അല്ലേ? അതെ. എന്നാൽ ആദില നൂറ നല്ല ഗെയിമറാണ്, നല്ല ഗെയിമേഴ്സാണ്. അക്ബർ ഗംഭീര ഗെയിമറാണ്. അത് അനീഷും അതെ ഗംഭീര ഗെയിമറാണ്. ഷാനവാസ് അസലായിട്ട് കളിക്കുന്ന ഒരാളാണ്. അനുമോള് നന്നായിട്ട് കളിക്കുന്ന ആളാണ്. ഇവർ വരുന്നേക്കാളും മുന്നേ എല്ലാവരും ഒരു ടൈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ? എല്ലാവരും ആരാണ് വിന്നർ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് രണ്ട് ദിവസം, അത് 3-4 ദിവസം അവർ നിന്നപ്പോൾ നേരെ തിരിഞ്ഞ് അനുമോളിലേക്ക് അത് വന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ PR ഈ റീ എൻട്രി പോയ PR ആണ്, റീ എൻട്രി പോയ കണ്ടസ്റ്റൻസ് ആണ് അനുമോളുടെ PR എന്ന് ഞാൻ പറയും. കാരണം അവരാണ് അനുമോൾ ഇത്രയും ഹൈ ലെവലിലാക്കിയത്. എന്നിട്ട് അത് തരണം ചെയ്ത്, അതാണ് 7ൻ്റെ പണി. 7ൻ്റെ പണി ശരിക്കും പറഞ്ഞാൽ അനുമോൾക്കാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യം തൊട്ടിട്ട് അനുമോൾക്ക് തന്നെ കിട്ടുന്നത്. ഇപ്പോൾ അവസാനം ഈ 7ൻ്റെ പണി കൊടുക്കാൻ വേണ്ടി ഈ റീ എൻട്രീസ് ആൾക്കാരെല്ലാവരും പോയിട്ട് 7ൻ്റെ പണി കൊടുത്തു. ആ കുട്ടി അതിൽ വീണില്ല. ആ കുട്ടി എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കാടോ. എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് വിഷമമായി. പക്ഷേ ആ കുട്ടിയെ തരണം ചെയ്ത് വന്നു. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ അനുമോൾ ജയിച്ചാൽ അത് PR-ൻ്റെ ബലത്തിലാണല്ല പറയുന്നവരോട് എന്താ പറയാനുള്ളത്? ഞാനിപ്പോൾ എനിക്ക് എല്ലാവരും പറയാൻ പേടിക്കുകയാണ്, അനുമോളെ കുറിച്ച് പറയാൻ പേടിക്കുകയാണ്. അനുമോളെ കുറിച്ച് പറഞ്ഞാൽ അവൻ PR ആയി. അനീഷിനെ കുറിച്ച് പറഞ്ഞാലോ, അക്ബറിനെ കുറിച്ച് പറഞ്ഞാലോ, ഷാനവാസിനെ കുറിച്ച് പറഞ്ഞാലോ, ആദില നൂറിനെ കുറിച്ച് പറഞ്ഞാലോ ഒന്നും കുഴപ്പമില്ല. അനുമോളിനെ കുറിച്ച് പറഞ്ഞാൽ PR ആയി. അതെന്താണത്? അത് അവിടുത്തെ ന്യായമാണ്. ഇനി ഒരു PR കൊടുക്കുന്നത് തെറ്റൊന്നുമല്ല. ഈ പറയുന്ന ആളുകൾക്ക് എല്ലാവർക്കും PR ഇല്ലേ? ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. നിങ്ങൾ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ? എല്ലാവർക്കും ഉണ്ട് അല്ലേ? എല്ലാവർക്കും PR ഉണ്ട്. പിന്നെ എന്തിനാണ് അനുമോളെ മാത്രം ബ്ലെയിം ചെയ്യുന്നത്, അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്? ഇനി എങ്ങനെ അക്ബർ എന്ന കണ്ടസ്റ്റൻറ്റിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാം? അക്ബർ 2 ദിവസം പറഞ്ഞിരുന്നത് എന്താണ്? പുറത്ത് ഫാമിലീനെ അറ്റാക്ക് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അവിടെ ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ പുറത്തത്തെ കാര്യം അറിയാൻ പറ്റില്ല. എങ്ങനെ അക്ബർ ഇത് അറിഞ്ഞു? എങ്ങനെ അറിഞ്ഞു? പുറത്തുനിന്ന് വന്ന കണ്ടസ്റ്റൻറ്റ്. അത് അവർ പറയുന്നത് നുണയാണോ സത്യമാണോ എന്ന് അക്ബറിന് എങ്ങനെ അറിയാം? വിശ്വസിക്കുന്നവർ. ഇനി നമ്മളൊക്കെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അതെ. ഈ പുറത്ത് അക്ബർ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? ഇല്ല, നടക്കുന്നില്ല. അതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്തുനിന്ന് പോയ ആളുകൾ വെറുതെ മാനിപ്പുലേറ്റ് ചെയ്തു. അതിൽ പാവം അതിൽ നോറൊക്കെ നന്നായിട്ട് കളിച്ചിരുന്ന ആൾക്കാരാണ്. അവരൊക്കെ ഞാൻ ഫൈനൽ 5-ൽ 2 പേരെങ്കിലും, അതായത് 2 പെൺകുട്ടികളെയെങ്കിലും ഞാൻ കരുതിയിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. അതായത് 3 ആണുങ്ങൾ 2 പെൺകുട്ടികളാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അല്ല, ആദില നൂറയിൽ ഏതെങ്കിലും ഒരാൾ വരും, അനുമോള് വരും, ബാക്കി 3 പേര് വരുന്നൊക്കെ ഫൈനൽ 5-ൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പോയി. ഇനി PR-ൻ്റെ ബലത്തിൽ എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ PR-നെ ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളവിടെ ഗെയിം കളിച്ചില്ലെങ്കിൽ ഒന്നും കാര്യമില്ലടൂ. നമ്മളവിടെ ഗെയിം കളിക്കണം. നമ്മളവിടെ ഗെയിം കളിച്ചില്ലെങ്കിൽ എന്താ കാര്യം? ഒരു കാര്യമില്ല. നമ്മൾ PR-നെ കുറേ കാശ് കൊടുത്തു. നമ്മളവിടെ പന്തം കണ്ട പിടിച്ചാൽ പോലെ രാവിലെ വൈകുന്നേരം വരെ അവിടെ ഇരുന്നു. എന്താ കാര്യം? കണ്ടൻറ്റുകൾ കൊടുക്കണം. അതെ, നല്ല കണ്ടൻറ്റുകൾ കൊടുക്കണം. അതിപ്പോൾ അവിടെ കളിക്കുമ്പോൾ നല്ലതാണോ പൊട്ടയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് ചിലപ്പോൾ കൊടുക്കുന്നത് നമ്മൾ നെഗറ്റീവ് ഗെയിംസ് ആയിരിക്കും. അവിടെ PR നമ്മളെ സഹായിക്കും. ചിലപ്പോൾ ആ ഒരു ഹൈപ്പ് നമ്മളെ ചിലപ്പോൾ ആ നെഗറ്റിവിറ്റി പോസിറ്റീവ് ആകും. മനസ്സിലായില്ലേ? അതെ. ഇപ്പോൾ അനീഷിൻ്റെ കാര്യത്തിൽ തന്നെ ആ മിണ്ടാതിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ? അതെ. ശരിക്കും പറഞ്ഞാൽ അത് നെഗറ്റീവാണ്. കാരണം ബിഗ് ബോസ് സംസാരിക്കൂ, ഗെയിം തുടങ്ങിയിട്ടില്ല കുറേ പറഞ്ഞു, എന്നിട്ട് അനീഷ് സംസാരിച്ചില്ല. അതൊരു അനുസരണക്കേടാണ്. ബിഗ് ബോസിനോടുള്ള അനുസരണക്കേടാണ്. അതായത് ബിഗ് ബോസ് പറഞ്ഞു ഗെയിം തുടങ്ങിയിട്ടില്ല, സംസാരിച്ച് തീരുമാനിക്കൂ എന്ന് പറഞ്ഞു. നിഷ അവിടെ മിണ്ടാതിരുന്നു. പക്ഷെ അത് പുറത്ത് വന്നപ്പോൾ അത് നെഗറ്റീവ് പോസിറ്റീവായി. അവസാനം അവർക്ക് തന്നെ സംഭവിക്കേണ്ടി വന്നു, അത് പോസിറ്റീവായി എന്ന് സംഭവിക്കേണ്ടി വന്നു. ആർക്ക്? ബിഗ് ബോസ് ടീമിന് തന്നെ. ശരിക്കും പറഞ്ഞാൽ അതൊരു, എനിക്ക് ഫീൽ ചെയ്തത് അതൊരു നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്തത് അന്ന്. കാരണം ഞാൻ ബിഗ് ബോസ് ഇങ്ങനെ പറയുമ്പോൾ ഗെയിം തുടങ്ങിയിട്ടില്ല ഡിസ്കസ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യണമല്ലോ. ഞാൻ പറയണത് അനീഷ് നല്ല ഗെയിമറാണ് കേട്ടോ, അക്ബർ നല്ല ഗെയിമറാണ്, ആദില നൂറ നല്ല ഗെയിമറാണ്, ഷാനവാസ് നല്ല ഗെയിമറാണ്, ഈ നെവിൻ, നെവിൻ്റെ പേര് പറയാൻ പറഞ്ഞു. നെവിൻ ബെസ്റ്റ് ഗെയിമറാണ് നെവിൻ. നല്ല എൻ്റർടൈൻമെൻറ്റും നല്ല ഗെയിമറാണ്. അവസാനമൊക്കെ നെവിൻ ഒരുപാട് മാറി അല്ലേ? നെവിൻ്റെ പേര് ഐ എം വെരി സോറി. നെവിൻ ഗംഭീര ഗെയിമറാണ്.
അനുമോൾ പറഞ്ഞ അനുമോൾ നല്ല ഗെയിമറാണ്. ഈ പറഞ്ഞ കേസിൽ അനുമോൾ ഒരു പരിധി വരെ നെവിൻ സപ്പോർട്ട് ചെയ്തിരുന്നു. ലാസ്റ്റൊക്കെ വന്നപ്പോൾ നെവിനാണ് കൂടുതൽ അവളെ കേൾക്കാൻ തയ്യാറായ ഒരു വ്യക്തി നെവിനാണ്. ഏറ്റവും കൂടുതൽ വഴക്ക് കൂടിയതും അവർ തന്നെയാണ് അല്ലേ? അതെ, ഒരുപാട് വഴക്ക് കൂടിയിട്ടുണ്ട് അവർ. പക്ഷേ നെവിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് മറ്റേ ശിവാംഗി വരുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലോ, അതിൽ മാനസികമായിട്ട് ഒരുപാട് ഡൗൺ ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ അനുമോൾ പറഞ്ഞപ്പോൾ നെവിൻ ഒരു ചേർത്ത് പിടിക്കലുണ്ടായി അനുമോളെ. എനിക്കെല്ലാം മനസ്സിലായി, ഞാൻ അത് വിശ്വസിക്കുന്നു, നീ ഗെയിമിൽ കോൺസെൻട്രേറ്റ് കേട്ടോ എന്ന് പറഞ്ഞു. അത് നെവിൻ്റെ നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് അല്ലേ? നല്ലൊരു ഗെയിമറുടെ ആറ്റിറ്റ്യൂഡാണ്. നെവിൻ നല്ല ബുദ്ധിയുള്ള ഒരാളാണ്, എങ്ങനെ നിൽക്കാമെന്ന് വൃത്തിയായിട്ട് അറിയുന്ന ഒരാളാണ്. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ശൈത്യ ബിൻസി അവരുടെ റീ എൻട്രിയും അവരുടെ പ്രവർത്തികളെ കുറിച്ചും ഒറ്റ വാക്കിൽ പറഞ്ഞ് എന്ത് പറയും? മണ്ടത്തരം. ഇപ്പോൾ അവർ ചെയ്യുന്നതൊക്കെ മാസാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്, പക്ഷെ അവർ ചെയ്തതൊക്കെ മണ്ടത്തരമാണ്. കാരണം ഞാൻ പറയട്ടെ, ഇതിന് പണ്ടത്തെ കാരണവന്മാരൊക്കെ പറയും, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്നൊക്കെ പറയും, മനസ്സിലായില്ലേ? അതേപോലെ അവർക്കൊരു കാര്യമില്ലാത്ത കാര്യമാണ്, ഔട്ടായിട്ടുള്ളൊരു കണ്ടസ്റ്റൻസാണ്. എത്ര നമ്മൾ ഗെയിം കളിച്ച് കഴിഞ്ഞാലും അതൊന്നും പ്രേക്ഷകർ എടുക്കില്ല. ഞാൻ പറഞ്ഞത് ബിൻസിയും അല്ലെങ്കിൽ ശൈത്യ, ഞാൻ പറഞ്ഞത് അത് അവരുടെ നെഗറ്റീവൊക്കെ അത് കുറേ കഴിയുമ്പോൾ ജനങ്ങൾ മറക്കും. അതൊക്കെ ഇപ്പോൾ കുഴപ്പമില്ല, കുറേ കഴിയുമ്പോൾ ജനങ്ങൾക്ക് മറന്ന് അതൊക്കെ മെല്ലെ 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 അവരുടെ വ്ളോഗിങ്ങും അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറും കണ്ടിട്ട് അതൊക്കെ പോസിറ്റീവിലേക്ക് മാറും. പക്ഷേ ഇത് അവിടെ ചെന്ന് ചെയ്തത് വളരെ മോശമായിപ്പോയി. കാരണം അവിടെ ചെന്ന് എന്തിനാണ് ഇങ്ങനെ താനൊന്ന് ആലോചിച്ച് നോക്ക്, ഇവരെന്തിനാണത് ചെയ്യുന്ന കാര്യം? അങ്ങനെ ചെയ്യണതിൻ്റെ ഒരു നമുക്ക് സാമാന്യ ഒരു ബോധം വേണ്ടേ? നമ്മൾ അങ്ങോട്ട് പോയി, അതായത് ബിഗ് ബോസിൽ റീ എൻട്രിക്ക് പോയി കഴിഞ്ഞാൽ ഇവർ പ്ലാൻ ചെയ്തിട്ട് പോയതാണെന്ന് ഞാൻ പറയുള്ളൂ. തനിക്ക് അങ്ങനെ തോന്നിയോ? അതെ, തോന്നിയില്ലേ? തോന്നി. അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരാൾ അറ്റാക്ക് ചെയ്യൂ? എല്ലാവരും ഓരോരോ പോയിന്റുകൾ വെച്ചാണ്. അതായത് എനിക്ക് തോന്നുന്നത് പ്ലാൻ ചെയ്ത് ഇവരെ ഒന്നില്ലെങ്കിൽ അനുമോളെ ക്വിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടോ മാനസികമായിട്ട് എങ്ങനെയെങ്കിലും തളർത്തിക്കളഞ്ഞ് ആ കുട്ടി തന്നെ ക്വിറ്റ് ചെയ്തിട്ട് പോകണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുത്തിക്കാൻ വേണ്ടിയിട്ട് പോയവരായിരിക്കാം. അങ്ങനെ പോയവർ വരെ മുട്ടുമടക്കി പോയി അനുമോളുടെ മുമ്പിൽ. അനുമോൾ അവിടെ പിടിച്ച് നിന്നു എന്നുള്ളതാണ്. സീസൺ 7 കപ്പ് ഡിസർവിങ് ആയിട്ടുള്ള ഒരാൾ അനുമോൾ തന്നെയാണ്. ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്നെ പി ആർ എന്നെങ്ങാനും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ വിവരം അറിയും. എനിക്ക് പി ആറോ കാര്യങ്ങളോ ഞാൻ അനുമോളുടെ പി ആറൊന്നും അല്ല. ഇപ്പോൾ എല്ലാവരും അനുമോൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ പേടിയാണ്. അപ്പോൾ പി ആറെന്ന് പറയുന്നത്. എനിക്ക് അനുമോൾ നേരിട്ട് പരിചയമൊന്നുമില്ല. ഈ നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും. നിങ്ങൾ മീഡിയക്കാരനാണ്, ഞാനും മുമ്പിൽ നിന്ന് സംസാരിക്കുന്നു, അതത്രേ ഉള്ളൂ. ഞാനും സാധാരണ ഒരാളാണ്, ഞാൻ സാധാരണ ഒരു പ്രേക്ഷകനാണ്. ഞാൻ ബിഗ് ബോസിൽ പോയി എന്ന് മാത്രം. ഇപ്പോഴും ഞാൻ സാധാരണ ഒരു പ്രേക്ഷകൻ തന്നെയാണ്. ഞാൻ ഇപ്പോഴും ബിഗ് ബോസ് കാണാറുണ്ട്. ആ ബിഗ് ബോസ് കാണുന്ന എനിക്കുള്ള ചിന്ത തന്നെയല്ലേ തനിക്കുണ്ടായത്? അതെ അല്ലേ? സത്യസന്ധമായിട്ടാണോ പറയണത്? സത്യസന്ധമായിട്ട് അല്ലേ? അതാണ്, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ മറ്റുള്ള ഗെയിമേഴ്സ് പൊട്ട ഗെയിമേഴ്സ് എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാവരും നല്ല ഗെയിമേഴ്സാണ്. റീ എൻട്രി പോയ ആളുകൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ എന്തായെന്നറിയോ, അവർ ഇനി അതിന്ന് കരകയറണമെങ്കിൽ എന്തോരം പാടുണ്ടെന്ന് വെച്ചിട്ടാ. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഏഷ്യാനെറ്റ് ഒരുക്കി കൊടുത്തു. എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കോ, പോസിറ്റീവ് ആക്കിക്കോ. അതവർ യൂസ് ചെയ്തില്ലേ, മിസ്യൂസ് ചെയ്ത് കളഞ്ഞു. ഇനി അവർ പുറത്തിട്ട് അവരുടെ വ്ളോഗിങ് അവരത് ചെയ്ത് അവരതിൽ ലൈവ് ഇട്ട് അതിൽ അവരുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തി എന്തൊക്കെ കടമ്പളിന് കിടക്കണം. അല്ല, അവർക്കിപ്പോൾ ഒരു വ്ളോഗിങ് ഉള്ളവരാണ് ഇവരൊക്കെ. അപ്പം അതിനൊരു റീച്ചിന് വേണ്ടി ചെയ്തതാണെന്ന് തോന്നുന്നുണ്ടോ? ഏതാ നിലവിൽ ഇവർക്കൊക്കെ വ്ളോഗിങ് ഉണ്ട്. ഇപ്പോൾ ബിൻസിയുടെ അടക്കം യൂട്യൂബ് ചാനൽ തുടങ്ങി റീച്ചായി എന്നാണ് പറഞ്ഞത്. നേരത്തെ യൂട്യൂബ് ചാനലില്ലായിരുന്നു, 84,000 ഫോളോവേഴ്സൊക്കെ ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കൊരു ഇനിയൊരു ഇതൊന്ന് നെഗറ്റീവും ഒരു റീച്ചാണല്ലോ, ഒരു പബ്ലിസിറ്റി ആണല്ലോ. അത് പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇത് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി? നെഗറ്റീവ് പബ്ലിസിറ്റി സ്റ്റണ്ടാ? അല്ല. ആരെങ്കിലും ഇപ്പോൾ നെഗറ്റീവ് ആവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അവരത് വീഴ്ത്താൻ വേണ്ടിയിട്ട് തന്നെ പോയതായിരിക്കും. അവരൊരു ഗെയിം കളിച്ചതാണ്. ജനങ്ങളെ ഉൾട്ടടിച്ചു പോയിന്ന്. അല്ലെ, സിമ്പിളായിട്ട് മറ്റൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ബിഗ് ബോസിൻ്റെ അകത്ത് കുറച്ച് ദിവസം ഗെയിം കളിക്കുക, ആ ഗെയിംസ് പരാജയപ്പെട്ടതുകൊണ്ട് അവർ പുറത്തു വരിക, പുറത്തുവരുന്ന് കുറേ ദിവസം കളി കാണുക, എന്നിട്ട് വീണ്ടും അകത്ത് പോകുന്നു. എന്നിട്ടും കളി മനസ്സിലായില്ല അല്ലെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് കളിക്കാൻ അറിയില്ല എന്ന് പറയുന്നവരെ എന്ത് പറയും? അപ്പോൾ അൾട്ടിമേറ്റിലേക്ക് വിളിക്കരുത്. ബിഗ് ബോസ് അൾട്ടിമേറ്റ് വരണമെങ്കിൽ 7,000 അടുപ്പിക്കരുത്. ഗെയിം അറിയാത്ത ആൾക്കാരൊക്കെ അവിടെ വന്നിട്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ ബിഗ് ബോസിൽ നിന്ന് പെട്ടെന്ന് ഔട്ടായ ഒരാളാണ്. ഞാൻ അസലായിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഗെയിം കളിച്ചിട്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഓവർഡോസ് ആയിപ്പോയി. ഓവർഡോസാണ്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ എൻ്റെ മുമ്പിൽ ക്യാമറ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ അടുത്ത് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാനവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയോണ്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഞാൻ 3 വട്ടം ബിഗ് ബോസിൽ പോയ ഒരാളാണ്. ആദ്യത്തെ തവണ എവിക്റ്റായി, 7 ദിവസം കൊണ്ട് എവിക്റ്റായ ഒരാളാണ് ഞാൻ. 50ാമത്തെ ദിവസം ബിഗ് ബോസ് എന്നെ അങ്ങോട്ട് വിളിച്ചു, ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടാണ് വിളിച്ചത്. ആ ഒരാഴ്ച ഞാൻ അങ്ങോട്ട് പോയി നിന്ന്, അപ്പോഴും എനിക്ക് നെഗറ്റീവ് സംഭവിച്ചിട്ടില്ല. 2 ദിവസം കൊണ്ട് ഇപ്പോൾ കണ്ടില്ലേ ബിഗ് ബോസ്, 2 ദിവസം കൊണ്ടും ഒറ്റ ദിവസം മതി, അല്ലെങ്കിൽ 1 മണിക്കൂർ മതി, അല്ലെങ്കിൽ 1 സെക്കൻഡ് മതി ഒരാൾക്ക് നെഗറ്റീവ് വരാൻ. അവിടെ നമ്മൾ കളിക്കുമ്പോൾ വളരെയധികം നോക്കിയിട്ട് വേണം കളിക്കാൻ. ഇപ്പോൾ 50ാമത്തെ ദിവസം ഞാൻ പോയി, ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് വല്ല നെഗറ്റീവ് ഉണ്ടായോ? ഇല്ല. അവസാനം വീണ്ടും ഒരാഴ്ച മുമ്പ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അപ്പോഴും നെഗറ്റീവ് ഉണ്ടായിട്ടില്ല. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കളിക്കേണ്ട രീതിയിൽ കളിച്ച് കഴിഞ്ഞാൽ, എന്നാൽ വിന്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ 98 ദിവസം 100 ദിവസമൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര കളിക്കാരും വേഗം ഔട്ടായ ആൾക്കാർ പൊട്ട കളിക്കാരെന്നല്ല, എല്ലാവരും നല്ല കളിക്കാരാണ്. പക്ഷേ അവരുടെ അപ്പോഴത്തെ ആ ഒരു രീതികൾ, അതായത് അതാണ് അവരെ പെട്ടെന്ന് അതായത് പ്രേക്ഷകരുടെ വോട്ട് കുറഞ്ഞ് അങ്ങനെ എവിക്ഷനിലേക്ക് മാറുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല ഗെയിമേഴ്സാണ്. അപ്പോൾ ആദ്യം ഔട്ടായിട്ടുള്ള ഈ സീസണിൽ ആദ്യം ഔട്ടായിട്ടുള്ള മുൻഷി രഞ്ജിത്തേട്ടൻ നല്ല ഗെയിമറാണ്. അദ്ദേഹത്തിന് നല്ല കഴിവുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ അത് സമയം കിട്ടിയില്ല. അനീഷിനെ ക്യാപ്റ്റൻ ആക്കിയോണ്ടാണ് അനീഷ് ആദ്യത്തെ ആഴ്ച അവിടെ സർവൈവ് ചെയ്ത് നിന്നത്. ആദ്യത്തെ ആഴ്ച അവിടെ നിന്നത് ബിഗ് ബോസ് ക്യാപ്റ്റൻ ആക്കിയ കാരണമാണ്. ബിഗ് ബോസ് ക്യാപ്റ്റൻ ആക്കിയില്ലെങ്കിൽ ഒരു പക്ഷേ അനീഷ് ചിലപ്പോൾ ആദ്യത്തെ ആഴ്ച ഔട്ടായേനെ. ആദ്യത്തെ ആഴ്ച അനീഷ് ഔട്ടായി കഴിഞ്ഞാൽ അനീഷിൻ്റെ ഈ കഴിവ് നമുക്ക് കാണാൻ പറ്റും? ഇല്ല, കാണാൻ പറ്റില്ല. അനീഷ് നല്ല കഴിവുള്ള ഒരാളാണ്. അക്ബർ നല്ല കഴിവുള്ള ആളാണ്. ഷാനവാസ് നല്ല കഴിവുള്ള ആളാണ്. നെവിൻ, ആദില നൂറ, അനുമോൾ എല്ലാവരും നല്ല കഴിവുള്ള ആളാണ്. പക്ഷേ അനുമോളുടെ ഒരു റേഞ്ച് അതുവരെ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിരുന്നൊരു സാധനം ഈ സീസണിലൊരു പ്രത്യേകത അതായിരുന്നു. അത് ബിഗ് ബോസ് നന്നായിട്ട് ഈ സീസൺ കളിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് കളിച്ചിട്ടുണ്ട് ഒരുപാട്. അതായത് ഒരു രാജാവിലേക്കോ അല്ലെങ്കിൽ രാജ്ഞിയിലേക്കോ പോവാതെ അവർ അവസാനം വരെ കൊണ്ടുപോയി എന്നുള്ളതാണ്. അതായത് വളരെയധികം എല്ലാവർക്കും ഒരേപോലെ സ്ക്രീൻ സ്പേസ് കൊടുത്ത് ആരെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അല്ലേ? റീ എൻട്രി കയറുന്ന വരെ ആരാണ്? ഷാനവാസ് വരാം, അക്ബർ വരാം, അനുമോൾ വരാം, അനീഷ് വരാം, നൂറ, ആദില, ഈവൻ നെവിൻ വരെ ഫൈനൽ 2-ലേക്ക് പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുടെ പ്രഡിക്ഷൻ നെവിൻ ഫൈനൽ 2-ലേക്ക് വരുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഒരു അൺപ്രഡിക്റ്റബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ഈ റീ എൻട്രി പോയപ്പോൾ അനുമോളുടെ റേഞ്ച് വേറെ ആക്കി കൊടുത്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ PR ഈ റീ എൻട്രി പോയിട്ടുള്ള ആൾക്കാരാണ് PR. ഒറ്റ ലാസ്റ്റ് ചോദ്യം, ഈ ആരായിരിക്കും ടോപ്പ് 3-ലെത്തുക? ഞാനൊന്നും പറയില്ല. എന്നാലും ടോപ്പ് 2 നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തൻ്റെ മനസ്സിൽ രണ്ടാമത്തെ ആളാണെന്ന് വെച്ചാൽ ആളുടെ പേര് തന്നെയാണ് എല്ലാവരും മനസ്സിൽ. ടോപ്പ് 3 എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ടോപ്പ് 3 ടോപ്പ് 3-ലെത്തുക. ആദ്യത്തെ 3-ൽ അതിപ്പോൾ അനുമോള്, ഷാനവാസ്, അനീഷ്. എങ്ങനെ ടോപ്പ് 3-ൽ കപ്പ് അനുമോൾക്ക് അങ്ങനെയാണോ? രണ്ടാമത് അത് നിങ്ങൾ തീരുമാനിച്ചോ, അത് നമുക്കറിയില്ല, അത് നിങ്ങൾ തീരുമാനിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് ഒരു PR-ൻ്റെ ബലത്തിലോ അല്ലെങ്കിൽ അനുമോളുടെ PR-ഓ ഒന്നും ആയിട്ടല്ല. ഞാനൊരു സാധാരണ ഒരു പ്രേക്ഷകനാണ്. ഒരു പെൺകുട്ടി എത്രത്തോളം സർവൈവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സർവൈവ് ചെയ്തിട്ട് വന്ന് ആ കുട്ടി അവിടെ ബിഗ് ബോസ് സീസൺ 7-ൽ നിൽക്കുകയാണ്. ഇപ്പോഴും അനുമോളുടെ വിചാരം അനുമോൾ കപ്പിലേക്ക് അടുത്തിട്ടില്ല, അനുമോൾ ഇപ്പോഴും വിചാരം അനുമോൾ കപ്പിലേക്ക് അടുത്തിട്ടില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും മാനസികമായിട്ട് ഒരുപാട് ആൾക്കാർ ഡൗൺ ചെയ്യാൻ നോക്കിയിട്ടും ഡൗൺ ആവാത്ത, എല്ലാം തരണം ചെയ്ത് വന്ന ഒരു അയൺ ലേഡിയാണ് അനുമോൾ. അപ്പോൾ എല്ലാവരും അനുമോൾക്ക് വോട്ട് ചെയ്യുക, അനുമോളെ വിജയിപ്പിക്കുക. അനുമോൾ സീസൺ 7-ലെ കപ്പ് ഉയർത്തുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാനൊരു സാധാരണ പ്രേക്ഷകനാണ്. ഞാൻ ആലോചിക്കുക, എൻ്റെ ഒരു പെങ്ങളാണെങ്കിൽ ഇക്കണ്ട ആളുകൾ മുഴുവൻ ആ കുട്ടിയെ ആക്രമിക്കുമ്പോൾ എങ്ങനെ നമ്മൾ സഹിക്കും? എൻ്റെ ഒരു അവരുടെ വീട്ടുകാരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അല്ല, ഇതൊന്നും വേറെ കാര്യമുണ്ട്, ഇതൊരു ഗെയിം ഷോ ആണ്. ഇതാണ് ബിഗ് ബോസ്, ഇതാണ് 7-ൻ്റെ പണി, ഇതാണ് ബിഗ് ബോസ് സീസൺ 7. അപ്പോൾ തീർച്ചയായിട്ടും നല്ല കൈകളിലേക്ക് ഈ കപ്പത്തട്ടെ. ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാനീ പറയുന്നത് ഒരു PR ആയിട്ടല്ല, ഒരു പ്രേക്ഷകനായിട്ടാണ്. ഇത്തവണ നമുക്ക് ഒരു ലേഡി വിന്നറാവട്ടെ ഇത്തവണ. നമ്മുടെ അനുമോൾ വിജയിക്കട്ടെ. അനുമോളുടെ കൂടെ ഒരുപാട് അമ്മമാരും ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോൾ അനുമോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ വീട്ടിലും ഉണ്ടാവും ആൾക്കാർ, അല്ലേ? അവരൊക്കെ പറയുന്നത് എന്താ? വിജയിക്കട്ടെ എന്നല്ലേ, അല്ലേ? അനുമോൾ വിജയിക്കട്ടെ എന്നല്ലേ. അപ്പം അതാണ്
തനിക്കുള്ളൊരു അഭിപ്രായം ഉണ്ടാവില്ലേ? ഇല്ലേ? അല്ലേ? അനുമോളുടെ ആ ഒരു ഇത് കണ്ടിട്ട്, ആ ഒരു ഗെയിം കണ്ടിട്ട് തനിക്ക് വിഷമം തോന്നിയില്ലേ? കൊള്ളാം അല്ലേ? വിഷമം തോന്നിയില്ലേ? വിഷമവും തോന്നി. എല്ലാവരും കൂടിയിട്ട് കൂട്ടായിട്ട് ആക്രമിക്കുമ്പോൾ ഒരു വിഷമം തോന്നും അല്ലേ? അപ്പോൾ അങ്ങനെ വിഷമം തോന്നിയാൽ കപ്പ് കൊടുക്കണമെന്നല്ല. 1 മുതൽ 7 വരെ നിങ്ങൾ എടുത്ത് നോക്കിയോ, ഇത്രയും സ്ട്രഗിൾ ചെയ്ത് നിന്ന ഒരു ലേഡി കണ്ടസ്റ്റൻറ്റ് വേറെ ഉണ്ടാവില്ല. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കുട്ടി. ആ കുട്ടി സീസൺ 7 കപ്പ് എടുക്കട്ടെ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. താങ്ക് യു.